അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ടയുണ്ടാക്കി എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും LDF അല്ലാതെ. ഇതിലും വലിയൊരു ഗതികേടിന് വരാനുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രിക്ക്? കേരളം നമ്പർ 1 ആണെന്നും ലോകം മുഴുവൻ കേരളത്തെ ഉറ്റുനോക്കുകയാണെന്നും പ്രസംഗിച്ചു നടക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിന്റെയും പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്കിടയിൽ വെച്ച് വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ്. ആരെയും കൂസാത്ത നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്തവണ പണി കിട്ടിയത് സാക്ഷാൽ VD സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്നാണ്. ഒരു താരനായകന്റെ അടുത്തുനിന്ന് ഒരു തമാശയിലൂടെ എങ്ങനെ ഒരു സർക്കാരിന്റെ അഹങ്കാരത്തെ തകർക്കാമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാമെന്ന് തന്നെ പറയാം. ഇതിലും വലിയൊരു നാണക്കേട് ഈ സർക്കാരിന് ഇനി വരാനുണ്ടോ എന്ന് ഓരോ മലയാളിയും ചോദിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ചിരിയുടെ ചക്രവർത്തിയായ സലീം കുമാർ ആ വേദിയിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥിരമായി തന്റെ പ്രസംഗങ്ങളിൽ എടുത്തു പറയുന്ന ഒരു കഥയുണ്ട്. അമേരിക്കയിൽ നിന്നൊരു പയ്യൻ വന്നു, കേരളത്തിലെ മാറ്റം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു എന്ന്. ഈ പയ്യനെ സലീം കുമാർ തന്റെ തനത് ശൈലിയിൽ തിരഞ്ഞു പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് കേൾക്കുമ്പോൾ സദസ് ഒന്നടങ്കം പൊട്ടിച്ചിരിക്കുകയാണ്. ആ പയ്യനെ തിരഞ്ഞു പോയവർ ഒടുവിൽ ചെന്നെത്തിയത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണെന്നാണ് സലീം കുമാർ പരിഹസിക്കുന്നത്. മുഖ്യമന്ത്രി പടച്ചുവിടുന്ന ഇത്തരം വികസന ഗീർവാണങ്ങൾ കേട്ട് അത് വിശ്വസിക്കണമെങ്കിൽ ഒരാൾക്ക് മാനസിക നില തെറ്റണമെന്ന പരോക്ഷമായ പരിഹാസമാണ് സലീം കുമാർ അവിടെ അഴിച്ചുവിട്ടത്. കേരളം നമ്പർ 1 ആണെന്നും വിദേശികൾ പോലും ഇങ്ങോട്ട് ഒഴുകുകയാണെന്നും പറഞ്ഞു നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇമേജ് ബിൽഡിംഗ് തന്ത്രങ്ങളെ വെറും 2 മിനിറ്റ് കൊണ്ട് സലീം കുമാർ പൊളിച്ചടുക്കി. വെറും ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം സാധാരണക്കാരന്റെ മനസ്സിലുള്ള അമർഷം ഹാസ്യത്തിൽ ചാലിച്ചാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പിണറായി വിജയൻ നിയമസഭയിലും പുറത്തും ആവർത്തിക്കുന്ന ഈ അമേരിക്കൻ പയ്യന്റെ കഥ ഇത്രത്തോളം പരിഹാസ്യമാക്കപ്പെടുമെന്ന് CPM സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. UDF അണികൾക്ക് വലിയൊരു ആവേശമാണ് സലീം കുമാറിന്റെ ഈ വാക്കുകൾ നൽകുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നത് ഇത്തരം ഗീർവാണങ്ങൾക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സലീം കുമാർ. ക്യാമറകൾക്ക് മുന്നിൽ ഗൗരവ ഭാവം പൂണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾക്കിടയിൽ വെറുമൊരു കോമാളി വേഷമാക്കി മാറ്റാൻ ആ ചിരിക്ക് സാധിച്ചു. ഭരണകൂടത്തിന്റെ അഹങ്കാരത്തെ തകർക്കാൻ തോക്കുകളോ ബോംബുകളോ വേണ്ട. സലീം കുമാറിനെ പോലെയുള്ള കലാകാരന്മാരുടെ മൂർച്ചയുള്ള ഹാസ്യം മതിയെന്ന് ഈ വീഡിയോ തെളിയിക്കുന്നുണ്ട്. മുഖ്യനെ കിട്ടിയ ഈ 8ന്റെ പണി നമുക്കൊന്ന് നേരിട്ട് കണ്ടു നോക്കാം. ഞാൻ അധികം BM പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളും. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളും. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്തത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇപ്പൊ പോയിട്ടോ, കരണൊക്കെ അടിപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ P. രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി ചോദിച്ചു, വളരെ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേന്ന് ചോദിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ലട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് ചോദിച്ചു, എന്താണ് ഈ കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്?
അപ്പോ ഇത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു വന്നു. അയാൾ അന്വേഷിച്ച് വന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ അതിന്റെ ഇപ്പുറത്തെ വാർഡിന്. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയണം മൂലമറ്റത്തുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനം കൊടുത്തുനിന്ന് മറ്റേ താപനിലയത്തിൽ നിന്ന് വൈദ്യുതി ഒന്നല്ല ഇയാളുടെ ഇത് ഭ്രാന്തി മാറുള്ളൂ എന്ന് പറയും. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ കേട്ട് കാണും. മെസ്സി വരും കേട്ടോ, മെസ്സിയുടെ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈകൾ TV-യിൽ കോമന്റ് ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ വരും, ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്നു, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരുടെ ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പ സ്വാമിയുടെ സ്വർണം കട്ടയുള്ള എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും ഡൽഹിയല്ലാതെ. അപ്പൊ മെസ്സിയോട് നിങ്ങൾക്കൊന്ന് തോന്നരുത്, അദ്ദേഹം പാവമാണ്. പിന്നെ എന്റെ ഒരു ശിഷ്യനായ രമേശ് പിഷാരടി പാലക്കാട് ഇലക്ഷൻ നിൽപ്പുണ്ട്. എനിക്ക് വലിയ സംശയമൊന്നും ജയിക്കോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ തന്നെ നിൽക്കുന്നതിന് തുല്യമായിട്ടാണ്. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവൻ വമ്പിച്ച പുരോഗത്തിനെയിട്ടുണ്ട്. കാരണം തോമസ് ഐസക് ഡോക്ടറാ പറഞ്ഞെന്താ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേക്കുമ്പോ അമേരിക്കൻ CIA വന്ന് രഹസ്യ ചാരന്മാരുമായി അന്വേഷിച്ചപ്പോ അതൊരു നാടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറ്റിയെന്നാണ് ഈ ചാരസംഘടന അവരോട് ഇരുന്ന് റിപ്പോർട്ട് കൊടുത്തത്. ആ കലാകാരന്മാരെ കോമാളി എന്ന് വിളിച്ചത്. കലാകാരന്മാർ ഇപ്പൊ അവർക്ക് കോമാളികളായി മാറി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഡോക്ടറല്ലേ, ഈ സാഗർ സർവന്മാര് ധനതത്വശാസ്ത്രത്തിൽ ഡോക്ടറാണെന്നാണ് ആള്. അപ്പൊ അങ്ങനെ ആളുകൾ പറയുമോ? ഞാൻ വീണ്ടും അന്വേഷിച്ചു എന്തിനാണ് ഡിഗ്രി എന്ന്. അപ്പോഴാണ് കയറഗിരിയിലെ തരികിടകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി. പിന്നെ അതെന്ന് പറയാണ്ട് എന്താ ചെയ്യാ? അപ്പോ ഞാനത് ഇനി ഹൈറ്റി പ്രസംഗിക്കാനുണ്ട്, ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. അപ്പോ ഇത്രയും കാലം സതീശൻ ചേട്ടനെ നമ്മൾ വിട്ടത് ഒരു MLA ആയിട്ടായിരുന്നു. ഇനി കേരളം നയിക്കാനായിട്ടുള്ള ഒരാളായിട്ടാണ് പദവും നയിക്കേണ്ടത്. അപ്പൊ ശക്തമായ ഭൂരിപക്ഷം, ഞാൻ എണ്ണൊന്നും പറയുന്നില്ല, നമ്മളെക്കാൾ ആവുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം കൊടുത്ത് അദ്ദേഹത്തെ വൻപിച്ച വോട്ടിന് ജയിപ്പിക്കണം. മാത്രമല്ല UDF അധികാരത്തിൽ വരും എന്നെനിക്ക് 101% ഉറപ്പുണ്ട്.